നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. രാജ്യത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു. ദില്ലി സഫ്ദർജംഗ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന യുവാവിന്റെ പരിശോധന ഫലം പോസിറ്റീവാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി. എംപോക്സിന്റെ പഴയ വകഭേദമാണ് സ്ഥിരീകരിച്ചത്. 2022 ഇതേ വകഭേദം രാജ്യത്ത് കണ്ടെത്തിയിരുന്നു. 54-ാം GST കൗൺസിൽ യോഗത്തിൽ ക്യാൻസർ മരുന്നുകളുടെ നികുതി 12% നിന്ന് 5% കുറക്കാൻ തീരുമാനിച്ചെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ GST കുറയ്ക്കുന്ന കാര്യത്തിൽ നവംബറിൽ ചേരുന്ന GST കൗൺസിൽ ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിൽ GST കുറയ്ക്കുന്ന കാര്യത്തിൽ നവംബറിൽ ചേരുന്ന GST കൗൺസിൽ യോഗത്തിൽ തീരുമാനമുണ്ടാകുമോ എന്നും ധനമന്ത്രി അറിയിച്ചു. ഇത് പരിശോധനയ്ക്കായി മന്ത്രിതല സമിതിയെ നിയോഗിച്ചുവെന്നും ഇന്നലത്തെ GST കൗൺസിൽ യോഗത്തിന് ശേഷം മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓണം ഉത്സവ ഭത്തയായി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് 1000 രൂപ വീതം ലഭിക്കും. ഇതിനായി സംസ്ഥാന സർക്കാർ 56.91 ലക്ഷം രൂപ അനുവദിച്ചതായി ധനകാര്യ മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയ 5.69 ലക്ഷം തൊഴിലാളികൾക്കാണ് ഉത്സവ ഭത്ത അനുവദിച്ചത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കും ഓണത്തോടനുബന്ധിച്ച് 1000 രൂപ വീതം ഉത്സവ ഭത്ത അനുവദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തരായ ADGP MR അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും എതിരെയുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കിയെന്ന തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് CPM നേതൃത്വം നിർദ്ദേശിച്ചെന്നും റിപ്പോർട്ടുകൾ. ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 2 വിശ്വസ്തർക്കും സ്ഥാനചലനമുണ്ടാകുമെന്ന സൂചന ശക്തമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ DGP ദർവേസ് സാഹിബും ഇന്റലിജൻസ് ADGP മനോജ് എബ്രാഹവുമായി കൂടിക്കാഴ്ച നടത്തി. ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് കൂടിക്കാഴ്ച. സെക്രട്ടേറിയറ്റിലെ ഓഫീസിലായിരുന്നു യോഗം. പതിവ് കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ടാണ് യോഗം ചേർന്നതെന്നാണ് വിവരം. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണം അട്ടിമറിക്കാനുള്ള കഴിവൊന്നും കേരളത്തിൽ ഒറ്റയാൾക്കുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ADGPക്കെതിരായ സർക്കാരിന്റെ അന്വേഷണം പൂർത്തിയായാൽ അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സ്നേഹം, ബഹുമാനം, വിനയം എന്നിവ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ലാതായിരിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള ആദ്യ US സന്ദർശനത്തിൽ ഡലാസിലെ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. RSS ഇന്ത്യയെ ഒറ്റ ആശയത്തിൽ ഒതുക്കാൻ നോക്കുകയാണെന്നും എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ത്യ എന്നത് അനവധി ആശയങ്ങൾ ഉൾച്ചേർന്നതാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ജാതി, ഭാഷ, മതം, ആചാരം, ചരിത്രം എന്നിവയ്ക്കുപരിയായി ഓരോ വ്യക്തിക്കും ഇടം നൽകണമെന്നും രാഹുൽ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നരേന്ദ്രമോദിയോടും BJPയോടുമുള്ള ഭയം മാറിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഭരണഘടനയ്ക്കും മതവിശ്വാസത്തിനും സംസ്ഥാനങ്ങൾക്കും എതിരായ അക്രമം അനുവദിക്കാനാവില്ല എന്ന കാര്യം രാജ്യത്തെ ജനം തിരിച്ചറിഞ്ഞു എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. RSSനെ പറ്റി മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഈ ജന്മം മതിയാകില്ലെന്നും അത് അറിയണമെങ്കിൽ രാഹുൽ പല ജന്മം ജനിക്കണമെന്നും കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞു. രാജ്യദ്രോഹിക്ക് ഒരിക്കലും RSS എന്താണെന്ന് അറിയില്ലെന്നും ഇന്ത്യയെ ആക്ഷേപിക്കാനാണ് രാഹുൽ വിദേശയാത്ര നടത്തുന്നതെന്നും ഗിരിരാജ് സിംഗ് ആരോപിച്ചു. ഇന്ത്യയുടെ മൂല്യങ്ങളിൽ നിന്നും സംസ്കാരത്തിൽ നിന്നുമാണ് RSS ജനിച്ചതെന്നും ഗിരിരാജ് സിംഗ് കൂട്ടിച്ചേർത്തു. മലയാള സിനിമാ രംഗത്തെ വനിതകളുടെ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവിനെ പിന്തുണയ്ക്കുന്നതിനെതിരെ രാഷ്ട്രീയമായി കാണരുതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. WCCക്കുള്ള പിന്തുണ സ്ത്രീപക്ഷ നിലപാടാണെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. 4ാമത് N രാജേഷ് സ്മാരക പുരസ്കാരം WCCക്ക് സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് കൊമ്മേരിയിൽ 5 പേർക്ക് വീതം മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതോടെ 47 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനയ്ക്കയച്ച 4 സാമ്പിളുകളാണ് പോസിറ്റീവായത്. 10 പേർ ആശുപത്രി വിട്ടിരുന്നു. കൊമ്മേരി രോഗ പരിശോധനയ്ക്കായി മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നടത്തിയിരുന്നു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനം തുടരുന്നതായി കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു. തിരുവനന്തപുരത്ത് 4 ദിവസം കുടിവെള്ളം
മുട്ടിയത് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലമെന്ന് റിപ്പോർട്ട്. ആസൂത്രണമില്ലാതെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയതും പ്രധാന പൈപ്പ് ലൈനിലെ വാൾവുകൾ പലതും പ്രവർത്തിക്കാത്തതും പ്രതിസന്ധിക്ക് കൂട്ടി. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് MLA-മാരുടെയും കോർപ്പറേഷന്റെയും ആവശ്യം. അടിയന്തര സാഹചര്യങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ജല അതോറിറ്റി പാലിച്ചില്ലെന്നാണ് പരാതി. ADGP MR അജിത് കുമാർ RSS നേതാവ് കൂടിക്കാഴ്ചയെക്കുറിച്ച് സ്പീക്കർ ഷംസീർ നടത്തിയ പ്രസ്താവന CPM-ന്റെ ഔദ്യോഗിക നിലപാട് ആണോ എന്ന് പാർട്ടി വ്യക്തമാക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. നിഷ്പക്ഷനായിരിക്കേണ്ട സ്പീക്കർ CPM-ന്റെ സൂപ്പർ സെക്രട്ടറി കളിക്കുകയാണെന്നും CPM നേതാക്കൾ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് സ്പീക്കർ പറയുന്നതെന്നും PMA സലാം പറഞ്ഞു. ADGP MR അജിത് കുമാറും RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP-യെ ന്യായീകരിച്ച് സ്പീക്കർ AN ഷംസീർ. MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്നും RSS രാജ്യത്തെ പ്രധാന സംഘടനയാണെന്നും ഷംസീർ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ CPM BJP-ക്കെതിരെ അന്തർധാര സജീവമാണെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. ഇതിന്റെ ഒടുവിലെ ഉദാഹരണമാണ് സ്പീക്കർ AN ഷംസീറിന്റെ പ്രതികരണമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ MLA PV അൻവർ നടത്തിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയരുന്ന കടുത്ത വിമർശനങ്ങളെ തള്ളി ഇടത് മുൻ MLA കാരാട്ട് റസാഖ്. നവകേരളത്തെ മുന്നോട്ട് നയിക്കുന്ന പിണറായി വിജയൻ ഇതിലും വലിയ പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഈ നിലയിൽ എത്തിയതെന്നും ഇതെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണെന്നും റസാഖ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ADGP MR അജിത് കുമാറിനെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഈ MLA PV അൻവർ വീണ്ടും ആവശ്യപ്പെട്ടു. അജിത് കുമാർ ചുമതലയിൽ നിന്ന് മാറുന്നതോടെ ഇനിയും ഒരുപാട് ഉദ്യോഗസ്ഥരും ജനങ്ങളും തെളിവുകളുമായി രംഗത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ കടുത്ത വിമർശനവുമായി CPI-യുടെ യുവജന സംഘടനയായ AIYF. പോലീസിന്റെ പ്രവർത്തനം ശരിയല്ലെന്നും തൃശൂർ പൂരം അലങ്കോലമാക്കിയതിലടക്കം ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നാണ് യുവജന സംഘടനകളുടെ ആവശ്യം. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി.